ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഭംഗിയായിട്ട് തഴച്ച് വളർന്ന് പൂത്ത് കാഴ്ച നിൽക്കുന്ന സ്ട്രോബെറി ആണോ? സ്ട്രോബെറി കണക്കൊരു പഴം ഫ്രൂട്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. ആർക്കെങ്കിലും അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ. കാണാൻ സ്ട്രോബെറിയുടെ ഇല തന്നെയാണ്. ഫ്ലവറും കാണാനൊരു യെല്ലോ ഫ്ലവറാണ്. നമുക്ക് സാധാരണ സ്ട്രോബെറി ആണെങ്കിൽ വൈറ്റ് കളറിലെ ഫ്ലവറാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയാമോ ഇതെന്താണ് ഫ്രൂട്ടെന്ന്? അത് കാട്ടുപഴമാണോ, ഇതല്ലേ ഇനി വല്ല ചെടിയോ ആണോ എന്നും അറിഞ്ഞൂടാ. അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണം. നമ്മളിടയ്ക്ക് സ്ട്രോബെറി വാങ്ങിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നിന്നതാണ് ഇത്. ഒറിജിനലായിട്ടുള്ള സ്ട്രോബെറി കുറേയൊക്കെ അങ്ങ് നശിച്ചു പോയി. അപ്പോൾ അതാണെന്ന് വിചാരിച്ചിട്ട് ഒരു ചട്ടിയിൽ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കെയറും കൊടുത്തിട്ടില്ല, ഒരു വളവും ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഇടയ്ക്ക് ഇത് നന്നായിട്ട് ഫ്ലവറായി. അപ്പോൾ ഈ മഴ വന്നപ്പോഴാണ് മഴയൊക്കെ കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് നിറയെ ഫ്ലവറായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അതിപ്പോൾ നോക്കുമ്പോൾ ഫ്ലവറെല്ലാം ഇങ്ങനെയായി കായായിട്ട്. ഇത് പൊട്ടിച്ചെടുത്ത് നോക്കിയിട്ടൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല മുത്ത് കണക്ക്, നല്ല പ്ലാസ്റ്റിക് കണക്കിരിപ്പുണ്ട്. നല്ല ഭംഗിയായിട്ട് അത് കാണാൻ. എല്ലാത്തിലും കായ ഇങ്ങനെ പിടിച്ച് വരണുണ്ട്. ഇതിലൊക്കെ കണ്ട ഫ്ലവറി ഇങ്ങനെ പൂ മുട്ടിന്നേ ഇങ്ങനെ വിടർന്ന് വരുമ്പോഴേ ഇങ്ങനെ നല്ല റെഡിലായിട്ടാണ് വരണത്. കണ്ട ഇവിടെയൊക്കെ നോക്കിയാലും അറിയാം. ഇതൊക്കെ കണ്ട പൂ മുട്ടി ഇങ്ങനെ വിടർന്ന് വരണതേ കണ്ട ഇങ്ങനെ റെഡായിട്ടാണ് വരണത്. അപ്പോൾ ആർക്കെങ്കിലും അറിയാമോ? ആരുടെയെങ്കിലും കയ്യിൽ ഇതുണ്ടോ? ഇതെന്താണ് സംഭവം? ഇത് ചെടിയാണോ അല്ലെങ്കിൽ ഫ്രൂട്ട്സാണോ എന്താണെന്ന് ഞാൻ ഇതുവരെ സാധാ നമുക്ക് കാണാം. അതുപോലെയൊക്കെ തന്നെ സ്ട്രോബെറിയുടെ അതേ റൂട്ട് വരണം. അല്ലെങ്കിൽ സ്ട്രോബെറി തൈകൾ വരണത് ഇങ്ങനെയാണ്, ഇതുപോലെയാണ്. വള്ളി പോലെ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ചുവട്ടിലെല്ലാം ഇങ്ങനെ റൂട്ട് വരും. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കാണാനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ തഴച്ച് വളർന്ന് ഇങ്ങനെ പൂവ് വന്നപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇത് സ്ട്രോബെറി തന്നെയാണ്. അതിന് കറക്റ്റായിട്ട് വളമൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. വളത്തിൻ്റെയും വെയിലിൻ്റെയൊക്കെ കുറവും ഉണ്ടായിരിക്കും ഇങ്ങനെ വന്നത്. ലീഫൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മളെ സാധാ സ്ട്രോബെറിയുടെ ഇലയ്ക്ക് ഇത് കൂടെ കട്ടിയും ഇത് കൂടെ വലുപ്പവും ഉണ്ട്. ഇത് കണ്ട, ഇതാണ് നമ്മളെ സാധാ ഒറിജിനലായിട്ടുള്ള സ്ട്രോബെറി ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുള്ള. ഇതിൻ്റെ കൂടെയുള്ള കുറേ പ്ലാന്റൊക്കെ അങ്ങ് പട്ടുപോയി, എന്നിട്ട് വന്നതാണ് ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വളത്തിൻ്റെ കുറവുണ്ടായിരിക്കും ഇങ്ങനത്തെ ചെറിയ ലീഫ് വന്നത് എന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ സ്ട്രോബെറി പ്ലാന്റ് വാങ്ങിക്കുന്നവരെല്ലാം ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇത് വേറൊരു പച്ച, ഒരു ഒരു ഇളം കളറിലെ പച്ച. ഇത് നല്ല ഡാർക്കാണ്. ഇത് നല്ല ഡാർക്ക് പച്ചയും ലീഫിനെത്തി കൂടെ കട്ടിയും ഉണ്ട്. കാണാനൊക്കെ ഒരുപോലെ ആണെങ്കിലും ചെറിയ വ്യത്യാസങ്ങളാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ ഇതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതെന്തിനു കൊള്ളാമെന്നും ഇതെന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഉപകാരമായിരിക്കും. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ വരണതിനകത്തുനിന്നെല്ലാം ഇങ്ങനെ വരണത് ഇതെല്ലാം റെഡ് ഉണ്ടാ. ഈ വിടർന്ന് വരണതെല്ലാം ഇങ്ങനെയാണ് വരണത്. ഇത് വന്നിട്ട് ഇങ്ങനെ വളർന്ന് ഇതാണ് ആദ്യത്തേത്. ഇനി ഇത് എത്രത്തോളം വളരുമെന്നൊന്നും അറിഞ്ഞൂടാ. ഈ നല്ല ഗ്രീനിൽ റെഡ് ഇങ്ങനെ ആയപ്പോൾ നല്ല ഭംഗിയായിട്ട് അവിടെയായിട്ട് ഉണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ചെറിയ ഇലയും ചെറിയ കായകളുമാണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കേ.